ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് മൊഡ്യൂൾ 2 ആണ്. നമ്മുടെ ഈ മൊഡ്യൂളിൽ നമുക്ക് കൂടുതലും കാൽക്കുലേറ്റർ ആവശ്യമായിട്ടുള്ള സെക്ഷനാണ് വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ ലഗ്രാഞ്ച് ഇൻ്റർപോളേഷൻ മെത്തേഡാണ്. ലഗ്രാഞ്ച് ഇൻ്റർപോളേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് രീതിയിലേക്ക് ചോദ്യം വരുന്ന, ഒന്നുകിൽ ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ എഫ് വാല്യൂ കണ്ടുപിടിക്കാനും ചോദിക്കാം. അതായത് നമുക്ക് കുറച്ച് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എ ബി സി ഡി എന്ന് തന്നിട്ടുണ്ട്, ഇവിടെ ഇ എഫ് ജി എച്ച് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ എസ് എക്സ് ഈക്വൽ ടു എസ് ആവുമ്പോൾ ഉള്ള എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ജനറലായിട്ട് എഫ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ ചോദിക്കാം. ആ എക്സിന് ഞാൻ ആരിട്ട് കൊടുത്താലും അതിൻ്റെ വാല്യൂ കിട്ടണം. എക്സിന് എസ് ഇട്ട് കൊടുത്താൽ എസിൻ്റെ വാല്യൂ കിട്ടണം, എക്സിന് പകരം ടി ഇട്ട് കൊടുത്താൽ ടിയുടെ എഫ് ഓഫ് ടി കിട്ടണം. അങ്ങനെ ജനറലായിട്ടൊരു ഇക്വേഷൻ ചോദിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ എക്സുകളെല്ലാം എക്സ് നോട്ട്, എക്സ് 1, എക്സ് 2 അങ്ങനെ സെറ്റ് ചെയ്തു. വൈയെല്ലാം വൈ നോട്ട്, വൈ 1, വൈ 2 എന്ന് സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് എഫ് എന്ന് വിളിക്കാൻ ഞാനിവിടെ വൈ എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. എഫ് ആകുമ്പോൾ എഫ് നോട്ട്, എഫ് 1, എഫ് 2 എന്ന് സെറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ വൈ നോട്ട്, വൈ 1, വൈ 2 എന്ന് സെറ്റ് ചെയ്താലും മതി, ഏതായാലും മതി. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്. പി എൻ എന്ന് പറയുന്നത് അതിൻ്റെ പവർ ഏതെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. സബ്മേഷനായിട്ടാണ് വരുന്നത്. L1 അല്ലെങ്കിൽ L നോട്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. ഇവിടെ ഞാൻ LI XI എന്ന് ഇട്ടേക്കാണ്. I ഈക്വൽ ടു 0 to n കൊടുത്തു. ഞാൻ L 0 എന്നാണ് തുടങ്ങുന്നത്. L0 ഓഫ് എക്സ് ഇൻറ്റു Y0 പ്ലസ് L1 ഓഫ് എക്സ് ഇൻറ്റു Y1 പ്ലസ് L2 എക്സ് ഇൻറ്റു Y2 പ്ലസ് എക്സെട്ര പ്ലസ് Ln ഓഫ് എക്സ് ഇൻറ്റു YN. ഇനി ആ L1 എങ്ങനെയാണെന്ന് അറിയാവോ? പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എക്സ് നോട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യണം. എക്സ് നോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ് നോട്ട് ഇല്ല എന്നങ്ങ് വിചാരിച്ചു. എക്സ് നോട്ട് ഇല്ല. എക്സിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരെ മൈനസ് ചെയ്യണം. എക്സിൽ നിന്ന് X1 മൈനസ് ചെയ്യണം. ഇവിടെ ഞാൻ LI ആണ് കേട്ടോ എഴുതിയേക്കുന്നത് എക്സാമ്പിളായിട്ട്. ഞാനിവിടെ L നോട്ട് തന്നെ എഴുതി കാണിക്കാം. L നോട്ട് ഓഫ് എക്സ് എങ്ങനെ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് നോട്ട് അങ്ങ് ഹൈഡ് ചെയ്തിട്ട് എക്സിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരെ മൈനസ് ചെയ്യണം. എക്സ് മൈനസ് X1 മൈനസ് ചെയ്യണം, എക്സ് മൈനസ് X2 മൈനസ് ചെയ്യണം. ഇനി X3 ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് X3 മൈനസ് ചെയ്യണം. ദെൻ ഇപ്പം ഞാൻ മൈനസ് ചെയ്തത് ആരെയാണ്? എക്സ് നോട്ടിനെയാണ്. അത് മൈനസ് അല്ല, ഹൈഡ് ചെയ്തത്. ആ ഹൈഡ് ചെയ്ത ആളിൽ നിന്ന് വീണ്ടും ബാക്കിയുള്ളവരെ മൈനസ് ചെയ്യണം. ഹൈഡ് ചെയ്ത ആളിൽ നിന്ന് വീണ്ടും X1 മൈനസ് ചെയ്യണം, എക്സ് നോട്ടിൽ നിന്ന് X2 മൈനസ് ചെയ്യണം. X3 ഉണ്ടായിരുന്നെങ്കിൽ X3 മൈനസ് ചെയ്യണം. മുകളിലും എക്സ് മൈനസ് X3 വന്നേനെ. ഇതിനെ വിളിക്കുന്ന പേരാണ് L നോട്ട്. അതിൻ്റെ കൂടെ ആരാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? Y നോട്ട് ഇൻറ്റു Y നോട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, എങ്ങനെയാണ് നമ്മൾ L1 എഴുതുന്നത്? L1 ഓഫ് എക്സ് ആരെ ഹൈഡ് ചെയ്യണം? X1നെ ഹൈഡ് ചെയ്യണം. എന്നിട്ട് ആരെ മൈനസ് ചെയ്യണം? എക്സ് മൈനസ് എക്സ് നോട്ടിനെ മൈനസ് ചെയ്യണം, എക്സ് മൈനസ് X2നെ മൈനസ് ചെയ്യണം. X3 ഉണ്ടെങ്കിൽ എക്സ് മൈനസ് X3യെ മൈനസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ആരെയാണോ ഹൈഡ് ചെയ്തത്, ആരെയാണ് ഹൈഡ് ചെയ്തത്? X1. അതിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരെ മൈനസ് ചെയ്യണം. എക്സ് മൈനസ് X1 മൈനസ് എക്സ് നോട്ട്, X1 മൈനസ് X2. ക്ലിയർ ആയോ? ഇൻറ്റു ആര് വരും? Y1. അങ്ങനെ ഈ പ്രൊസീജിയർ പൊയ്ക്കൊണ്ടേയിരിക്കും. എത്ര വരെയാണോ ഉള്ളത് അത്രയും വരെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇതാ ഇവിടെ ഞാൻ ഈ പറഞ്ഞ കണക്ക് 3 വാല്യൂവേ ഉള്ളൂ. Pn ഓഫ് എക്സ് ഞാൻ L നോട്ട്, L1, L2 ഇൻറ്റു Y നോട്ട്, Y1, Y2 ഉണ്ട്. ആ രീതിയിൽ സെറ്റ് ചെയ്തു. അതാ നോക്കി, എക്സ് മൈനസ് X1 ഇൻറ്റു എക്സ് മൈനസ് X2 ബൈ എക്സ് നോട്ട് മൈനസ് X1 ഇൻറ്റു എക്സ് മൈനസ് X2 ഇൻറ്റു Y നോട്ട്. അതുപോലെ ഇത് രണ്ടും എഴുതും. വാല്യൂസ് എല്ലാം അതിൽ തന്നെ ഉണ്ടല്ലോ. എല്ലാ വാല്യൂസും അതിൽ തന്നെ ഉണ്ട്. ബ്രാക്കറ്റുകൾ പരസ്പരം ഓപ്പൺ ചെയ്യുക, ഒരു വാല്യൂ കണ്ടുപിടിക്കുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഇതാ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം. നിങ്ങൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടത്തില്ലേ? ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുമ്പോഴത്തേക്ക് നമ്മളെടുത്തൊരു പെർട്ടിക്കുലർ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എളുപ്പമാണ്, ഇതിനേക്കാളും എളുപ്പമാണ്. ഇതാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇക്വേഷനിൽ എത്തിക്കണം. ഇങ്ങനെ വാല്യൂ മാത്രമേ ചോദിക്കുന്നുള്ളൂ എങ്കിൽ എളുപ്പമാണ്. ഈ എക്സിന് പകരം കണ്ടോ, ഈ എക്സുകൾക്ക് പകരം നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന വാല്യൂ ഇട്ട് കൊടുത്ത് കാൽക്കുലേറ്ററിൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതിയാൽ മതി. മനസ്സിലായോ? ഇനി ചില ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഫൈൻഡ് ദ പോളിനോമിയൽ.
ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 7. അപ്പോൾ എന്ത് ചെയ്യണം? പോളിനോമിയൽ കണ്ടുപിടിച്ചിട്ട് ആ എക്സിന് പകരം എക്സ് ഈക്വൽ ടു 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതുപോലെ ഒറ്റയടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യണം. ക്ലിയർ ആയോ? ഇതൊരു ഹോംവർക്കാണ്, ഒന്ന് നോട്ട് ചെയ്തു. അടുത്തത് ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ ആണ്. ഇതും നമുക്ക് പഠിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ അവിടെ വെച്ച് അതിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. പി എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ നോട്ട് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡോട്ട് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു. വന്നിട്ടില്ല, അവിടെ ഉണ്ട് കേട്ടോ, എക്സ് മൈനസ് എക്സ് ടു. അതുപോലെ വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് എക്സ് മൈനസ് എക്സ് വൺ എക്സ് മൈനസ് എക്സ് എൻ മൈനസ് വൺ. എപ്പോഴും അങ്ങനെയാണ്. നോക്കിയേ, വൈ നോട്ട് എഴുതി, ദെൻ ഈ വൈ ഓഫ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഈ ആൾക്കാർ ഇതെല്ലാം പൊസിഷനാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അതിലെവിടം വരെയാണോ വന്നേക്കുന്നത് അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടാണ് നമ്മൾ എക്സിൽ നിന്ന് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എക്സ് നോട്ടും എക്സ് വണ്ണും ഉണ്ടെങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ട് മാത്രം ചെയ്താൽ മതി. ഇത് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു ഉണ്ടെങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ട് ചെയ്യണം, എക്സ് മൈനസ് എക്സ് വണ്ണും ചെയ്യണം, എക്സ് ടു ചെയ്യേണ്ട. ഞാൻ ഇവിടെ നേരത്തെ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. എക്സ് മൈനസ് എക്സ് വണ്ണാണ് കേട്ടോ. അതുപോലെ ഇവിടെ നോക്കി എക്സ് എൻ വരെയാണ് ഉള്ളതെങ്കിൽ എൻ മൈനസ് വൺ വരെയാണ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ പറയുന്നതിനേക്കാളും പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കി, ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷനാണ് തന്നേക്കുന്നത്. അതിനകത്ത് ഈ പറയുന്ന കണക്ക് എക്സ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഏതെങ്കിലും തന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സുകളെയും വൈകളെയും ഇങ്ങനെ നിരത്തി എഴുതുക എന്നുള്ളതാണ്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് അടുത്തടുത്തുള്ള ടേമുകൾ മൈനസ് ചെയ്യണം എന്നുള്ളതാണ്. 13 മൈനസ് 12 വൈയുടേത്, അതിൻ്റെ താഴെ 6 മൈനസ് 5 കണ്ടോ. അതുപോലെ ഇവിടെ നോക്കി, 14 മൈനസ് 13 9 മൈനസ് 6, 16 മൈനസ് 14 11 മൈനസ് 4. അതിൽ നമുക്ക് ഒരു സബ്മിഷൻ വരില്ല. അതിനെ വിളിക്കുന്ന പേരാണ് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ. അതിൻ്റെ ഈ ഫസ്റ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ദെൻ നമ്മളടുത്ത് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ അല്ലേ കണ്ടുപിടിച്ച്, ഇനി വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു. അതിൽ നമുക്ക് ഒരു വാല്യൂ സംശയം വരില്ല. ഈ ന്യൂമറേറ്ററിലെ വാല്യൂ, കാര്യം എന്താ, ഇതേ മൈനസ് ഇത് സംശയം വരില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴോ നമുക്ക് സംശയം വരും. ഒന്നിടവിട്ട് ചെയ്ത് പോയാൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 1/3 എടുക്കുക. 1/3 കിട്ടിയത് എവിടെയാണ്? ഇവിടെ 1/3 ഏത് പൊസിഷനിലാണ് കിടക്കുന്ന? ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ 1/3 ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് ആൾ കണ്ടോ. മൈനസ് 1 ഏതായിരുന്നു? ഇത്. അതിൻ്റെ ഡിനോമിനേറ്റർ ആരാണ്? ഇത്. 1 എവിടെയാണ് കിടക്കുന്നത്? സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ 1ൻ്റെ ഡിനോമിനേറ്ററിലെ സെക്കൻഡ് ആൾ കണ്ടോ. അപ്പോൾ അതായത് 1/6. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കി, 1 മൈനസ് 1/3. ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത് 1 ഏതാണ്? ഇതാണ് ഇവിടുത്തെ 1. ഇവിടുത്തെ 1 അതല്ല, ഇവിടെ വേറെ 1 ആണ്. അപ്പോൾ അതാ നോക്കിയേ, ഇവിടെ നമ്മൾ എഴുതാൻ പോണ ഇതേ മൈനസ് ഇതാണ്. അപ്പോൾ 1 മൈനസ് 1 ഏത് 1 ആണ്? ഈ 1. ആ 1 ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്? ഫസ്റ്റ് പൊസിഷനിൽ. അതിൻ്റെ ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് ആൾ ആര്? 11 കണ്ടോ. മൈനസ് 1/3 ഏത് 1/3? ഇത് ഈ 1/3. അത് എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്? സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിലെ സെക്കൻഡ് ആൾ കണ്ടോ. അത് ചെയ്യുക. അതുപോലെ അടുത്ത ആൾ. ഇങ്ങനെ ഒറ്റ വാല്യൂ കിട്ടുന്ന, അല്ലെങ്കിൽ 0 വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ചെയ്യുക. ചിലത് നമുക്ക് ഇവിടെ 2 0 കിട്ടും, എങ്കിൽ അവിടെ വെച്ച് നിർത്താം. 0 കിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഒരു വാല്യൂ വരുന്നത് വരെ നമ്മൾ ചെയ്യണം. ഇത് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു ആയിരുന്നെങ്കിൽ ഇത് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ. അതത് പൊസിഷനാണ്. ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അത് നോക്കിയേ, ഇക്വേഷൻ കണ്ടോ. ഇതാണ് ഇക്വേഷൻ. വൈ നോട്ട് നമുക്കറിയാം എന്താ ഫസ്റ്റ് വാല്യൂ. വൈ നോട്ട് അതാണ് ഈ എഴുതിയിരിക്കുന്നത്. വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ, ഞാൻ പറഞ്ഞതൊരു പൊസിഷനാണല്ലേ, ഇതാണ് അതിൻ്റെ പൊസിഷൻ. അതിലെ ആദ്യത്തെ ആൾ കണ്ടോ, ആദ്യത്തെ ആൾ. ഇനി അടുത്തതോ എക്സ് മൈനസ് എക്സ് നോട്ട്. എക്സ് നോട്ട് ഇതാ കിടക്കുന്നു. എക്സ് നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് 7 ആണെന്നുള്ളത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 7 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. എക്സ് ഇട്ട് എഴുതി. അടുത്തത് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു. ഇതാണ്ട വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു, അതിൻ്റെ ആദ്യത്തെ ആൾ 1 മൈനസ് 1/6. അതാണ് ഈ ഇട്ടേക്കുന്നത്. എക്സ് മൈനസ് എക്സ് നോട്ടും എക്സ് മൈനസ് എക്സ് വണ്ണും. ദെൻ വൈ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സ് ടു എക്സ് ത്രീ വരെ അല്ലേ. അപ്പോൾ ഇതാ അതിൻ്റെ വാല്യൂ, ഫസ്റ്റ് വാല്യൂ. ദെൻ അത് എക്സ് മൈനസ് എക്സ് നോട്ട് എക്സ് മൈനസ് എക്സ് വൺ എക്സ് മൈനസ് എക്സ് ടു വരെ. എന്ത് ചെയ്യുക, എക്സിന് ഏത് വാല്യൂ ആണോ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് അതിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ല ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക കേട്ടോ. ഒരു ഹോംവർക്ക് നോട്ട് ചെയ്തേ.
ഇവിടെ മിസ്സിങ് വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി, 1ഉം 2ഉം കഴിഞ്ഞിട്ട് 3ഉം 4ഉം ആയിട്ട് എടുത്താൽ മതി. x0, x1, x2, x3, x4. ഇത് 3 നമ്മൾ നോക്കേ വേണ്ട. x0 എന്ന് പറയുന്നത് 1, x2 എന്ന് പറയുന്നത് 2, x3 എന്ന് പറയുന്നത് 4, x5 എന്ന് പറയുന്നത് x3 എന്ന് പറയുന്നത് x4 എന്ന് പറയുന്നത് 5, x5 എന്ന് പറയുന്നത് 6. ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. അടുത്തത് ന്യൂട്ടൺ ഫോർവേഡും ഉണ്ട്, ന്യൂട്ടൺ ബാക്ക്വേർഡും ഉണ്ട്. രണ്ടും സെയിം ടേബിളാണ്. ഇക്വേഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് എക്സ് വാല്യൂസും വൈ വാല്യൂസും തന്നിട്ടുണ്ടാവും. ആ വൈ വാല്യൂസിൽ നമ്മൾ വൈകളെ തമ്മിൽ പരസ്പരം മൈനസ് ചെയ്ത് പോയാൽ മതി. ഇതേ മൈനസ് ചെയ്ത് ഇവിടെ വരും, 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 ഇതേ മൈനസ് ചെയ്ത് ഇവിടെ വരും. അങ്ങനെ ഒരു വാല്യൂ കിട്ടുന്നത് വരെയോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 2-3 ഒരു കുളത്തിൻ്റെ 3 0 വരുന്നത് വരെയോ, അല്ലെങ്കിൽ 2 0 അങ്ങനെ വന്ന് നിന്നാലും കുഴപ്പമില്ല. നമുക്ക് അടുത്തതിൽ പോയാൽ 0 അല്ലേ കിട്ടും. അപ്പോൾ അങ്ങനെ വന്ന് നിന്നാലും നമുക്കതുപോലെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ അതാ നോക്കിയേ, ഇവിടെ നമുക്ക് ഇക്വേഷൻ വരുന്നത് Pn of x എന്ന് പറയുന്നത് y0 പ്ലസ് u ഇൻറ്റു ഡെൽറ്റ y0 പ്ലസ് u ഇൻറ്റു u മൈനസ് 1 ഇൻറ്റു u മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ y0 u ഇൻറ്റു u മൈനസ് 1 ഇൻറ്റു u n മൈനസ് 1 ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ റൈസ് ടു n y0. ഇതെന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ ഡെൽറ്റയും ഒരെണ്ണത്തിൽ തിരിച്ച് ഡെല്ലുമാണ് വരുന്നത്. ഞാനിപ്പോൾ രണ്ടും ഒരേ സിമ്പിളിട്ട് എഴുതിയേക്കുന്ന ഇതിൽ കാര്യമില്ല. നമ്മൾ ഇത് നോക്കിയാൽ മതി. ഫോർവേഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ y0കളാണ് എടുത്തു പോകണം. ബാക്ക്വേർഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് നിന്ന് പോകും, yn എടുക്കുന്നത്. ലാസ്റ്റ് വാല്യൂ ഏതാണെങ്കിലും സെയിം തന്നെ കേട്ടോ. അപ്പം ഇതാ നോക്കി, ഇതിനകത്ത് പിന്നെ വ്യത്യാസം വരുന്നത് u ആണ്. u എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കുമ്പം x0 ബൈ h ആണെങ്കിൽ ബാക്ക്വേർഡിലാവുമ്പം x മൈനസ് xn ബൈ h. അതുപോലെ ഇവിടെ നമ്മൾ u ഇൻറ്റു u മൈനസ് 1 ചെയ്യുമെങ്കിൽ ഇവിടെ u ഇൻറ്റു u പ്ലസ് 1 ചെയ്യും. ഇവിടെ ഓർത്താൽ മതി, ഇവിടെ നമ്മൾ പ്ലസ് 1 ആണെങ്കിൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ റൈസ് ടു 2 വരും. u ഇൻറ്റു u മൈനസ് 1 ഇൻറ്റു u മൈനസ് 2 ആണെങ്കിൽ എന്ത് വരും, ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ റൈസ് ടു 3 വരും. അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ പ്രോബ്ലം നോക്കി, ഒരു പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് 2 വാല്യൂവും കണ്ടുപിടിക്കാം, ഫോർവേഡും കണ്ടുപിടിക്കാം, ബാക്ക്വേർഡും കണ്ടുപിടിക്കാം. അതിന് വേറെ ഒരു രീതിയുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതിൻ്റെ ഇടയിലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂ നോക്കുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂ ഇതാ നോക്കിയേ, 0.25 എന്ന് പറയുമ്പം നമുക്ക് ഈ തന്നേക്കുന്ന എക്സ് വാല്യൂവിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 0 മുതൽ 1 വരെയും 1 മുതൽ 2 വരെയും. തന്നേക്കുന്ന വാല്യൂ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ അത് ഫോർവേഡ് വെച്ച് ചെയ്യണം. തന്നേക്കുന്ന വാല്യൂ ഇതിപ്പോൾ 1.8 ആണ്. അപ്പോൾ ഇതിന് ഇത്രയും സെക്കൻഡ് ഹാഫിലാണെങ്കിൽ അത് ബാക്ക്വേർഡ് വെച്ച് ചെയ്യണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊന്നും പറയില്ല, ഫോർവേഡെന്നും ബാക്ക്വേർഡെന്നും അവർ നൈം ചെയ്ത് തന്നെ പറയും. അങ്ങനെയാണെങ്കിൽ ആ രീതി ചെയ്യുക. ഫസ്റ്റ് നമ്മളിത് ആ ടേബിൾ വരച്ച് വെച്ചു. ഇതേ മൈനസ് ഇതാണ്, ഇതേ മൈനസ് ഇതാണ്, ഇതേ മൈനസ് ഇതാണ്, ഇതേ മൈനസ് ഇതാണ്. അതുപോലെ ഇതേ മൈനസ് ഇതെന്ന് പറയുന്നതാണിത്, ഇതേ മൈനസ് ഇതെന്ന് പറയുന്നതാണ് ഇത്, ഇതേ മൈനസ് ഇതെന്ന് പറയുന്നതാണ് ഇത്. അതുപോലെ ഇതേ മൈനസ് ഇതാണ് ഈ വാല്യൂ, ഇതേ മൈനസ് ഇതാണ് ഈ വാല്യൂ. അതുപോലെ ഇതേ മൈനസ് ഇതാണ് ഈ വാല്യൂ. അങ്ങനെ നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ യു എടുക്കണം. യു എങ്ങനെയാണ് എടുക്കേണ്ടത്, എക്സ് മൈനസ് x0 ബൈ h. എക്സ് ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അപ്പോൾ അതാ നോക്കി, നമുക്ക് ഫോർവേഡ് വെച്ച് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. അപ്പോൾ അതാ നോക്കി, എക്സ് മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് ആര് കൊടുക്കണം, ഈ 0.025 കൊടുക്കണം. 0.025 മൈനസ് x0 ആരാണ്, 0 ആണ്, ബൈ h ആരാണ്, എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് h എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് അതെന്താണ്, 0.5 ആണ്. അപ്പോൾ 0.025 ബൈ 0.5 എന്ന് വരും. അതനുസരിച്ച് വാല്യൂ കൊടുക്കുക. y0 ഉണ്ട്, യു നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചു. ഡെൽറ്റ y0 ആര്, ഡെൽറ്റ y0 ഇതാണ് ഡെൽറ്റ y0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. u ഇൻറ്റു u മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ y0 ഇതാണ്ട് ഇത്. u ഇൻറ്റു u മൈനസ് 1 ഇൻറ്റു u മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ ക്യൂബ് y0. u ഇൻറ്റു u മൈനസ് 1 ഇൻറ്റു u മൈനസ് 2 ഇൻറ്റു u മൈനസ് 3 ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ റൈസ് ടു 4 y0. ഇനി ബാക്ക്വേർഡ് ആണെങ്കിലോ,
നമ്മളിപ്പോൾ യു കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, സെയിം യു അല്ല, വീണ്ടും അവിടെ യുവിന് വ്യത്യാസം വരുന്നുണ്ട്. എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച് ആണ്. എക്സ് മൈനസ് എക്സ് ആരാണ് 1.8 ബൈ എക്സ് എൻ ആരാണ്, എക്സ് എൻ എന്ന് പറയുമ്പോൾ 2 കണ്ട 2 ബൈ 0.5, അതിന് യു കിട്ടി. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് വൈ എൻ അറിയാം, ഇതാണ് വൈ എൻ. യു അറിയാം, വൈ എൻ ഡെൽറ്റ വൈ എൻ, ഇത് യു ഇൻറ്റു യു പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ എൻ, യു ഇൻറ്റു യു പ്ലസ് 1/u പ്ലസ് 2/3 ഫാക്ടോറിയൽ ഡെൽറ്റ ക്യൂബ് വൈ എൻ, യു ഇൻറ്റു യു പ്ലസ് 1/u പ്ലസ് 2 യു പ്ലസ് 2 ഇൻറ്റു യു പ്ലസ് 3/4 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ റൈസ് ടു 4 നോട്ട്. അതിൽ കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ മതി, എല്ലാം സെറ്റാണ്. അതുപോലെ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു, കമ്പയർ വിത്ത് ദ എക്സാക്റ്റ് വാല്യൂ. അപ്പോൾ നമുക്കിതാ ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് 2.25 എഫ് ഓഫ് 1.8 കണ്ടുപിടിച്ചുകൂടെ. ആ ഫംഗ്ഷനിൽ എക്സിന് പകരം കറസ്പോണ്ടിങ് തന്നേക്കുന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. അതാണ്ട എക്സ് എന്തുവാ തന്നേക്കുന്നത്, 0.1 ഇൻറ്റു എക്സ്. എഫിന് എക്സിറ്റിൻ്റെ വാല്യൂ ഏതാണോ അതിട്ട് കൊടുക്കുക. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് കൺക്ലൂഷൻ എഴുതി വയ്ക്കുക. സെയിം തന്നെയാണ് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേരെ. അടുത്തത് ക്യൂബിക് സ്പ്ലൈലൈൻ ഇൻ്റർപൊളേഷൻ ആണ് വരുന്നത്. അത് ഇതാ നോക്കിയാൽ ഇതേപോലെ എഫിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചേക്കുന്നത്. അത് ടേബിൾ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, എന്നും എച്ചും ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ദെൻ നമ്മൾ എം നോട്ടും എം എന്നും സെറ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എൻ എന്ന് പറയുന്നത് 0 മുതലാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. എക്സ് ഏതൊക്കെ ആയാലും കുഴപ്പമില്ല. എക്സ് എന്ന് പറയുന്നത് ഇപ്പം 6, 7, 8, 9 ആണെങ്കിൽ നമ്മൾ 0 മുതൽ സെറ്റ് ചെയ്യണം. 0, 1, 2, 3. ഇവിടെ എൻ എത്രയാണ്, 3. മനസ്സിലായോ? അപ്പോൾ 0 മുതലല്ല ക്വസ്റ്റ്യൻ തന്നേക്കുന്നെങ്കിൽ നമ്മൾ 0 മുതൽ സെറ്റ് ചെയ്ത് വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 0, 1, 2. അപ്പോൾ എൻ ആരാണ്, 2. എച്ച് എന്ന് പറയുന്നത് എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അത് 1 ആണ്. എം നോട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഫസ്റ്റ് വാല്യൂ അത് എഫ് അല്ല, എം നോട്ട് 0 ആയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അതുപോലെ എം എന്നും 0 ആയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. എം എൻ എന്ന് പറയുമ്പോൾ ഒരു M2 അത് 0 ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കി ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 0 ഉണ്ട്, എക്സ് ഈക്വൽ ടു 1 ഉണ്ട്, എക്സ് ഈക്വൽ ടു 2 ഉണ്ട്. അതിനെ നമ്മൾ ഐ ആണ് പറയുന്നതെങ്കിൽ നമ്മളിപ്പോൾ എൻ പറഞ്ഞില്ലേ, എക്സ് ഈക്വൽ ടു അല്ല എൻ ഈക്വൽ ടു 2 വരെയാണ് ഉള്ളത്. അതിനിങ്ങനെ ഐ ഈക്വൽ ടു പറയുമ്പോൾ ഐ ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു 1, ഐ ഈക്വൽ ടു 2. അതിൽ നമ്മൾ എം 0യെയും എം എൻ, അതായത് എൻ ആരാണ് ഇവിടുത്തെ 2നെയും 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആരാണ്, M1 ആണ്. ഇനിയിപ്പം M3 ഇവിടെ ഐ ഈക്വൽ ടു 3 ആയിരുന്നു വെച്ചോ. അങ്ങനെയാണെങ്കിൽ എം എൻ എന്ന് പറയുമ്പോൾ എന്തായേനെ, M3 ആയേനെ. അപ്പോൾ എനിക്ക് ആരൊക്കെ കണ്ടുപിടിക്കേണ്ടി വന്നേനെ, M1ഉം M2ഉം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് ആര് മാത്രം കണ്ടുപിടിച്ചാൽ മതി, എനിക്ക് M1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ഐ തന്നേക്കുന്നത് ഏതാണെന്ന് നോക്കാം. അതേ -1 അതാണ് എമ്മിൻ്റെ ഫസ്റ്റ് വാല്യൂ നമ്മൾ വരുന്നത്. ദെൻ 4 ഇൻറ്റു MI, ദെൻ 4 എം പ്ലസ് MI പ്ലസ് 1, ഇതാണ് ഇക്വേഷൻ വരുന്നത്. എൻ്റെ ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് 6/h ഇൻറ്റു എഫ് I പ്ലസ് 1 മൈനസ് 2FI പ്ലസ് I മൈനസ് 1 ആണ്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോബ്ലം. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ എം നോട്ടും എം എന്നും ഉണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ ആൾക്കാരെയും കണ്ടുപിടിക്കണം. ഇപ്പോൾ എം നോട്ടും എം എന്നിൻ്റെ ഇടയിൽ വരുന്നത് 0യുടെയും 2ൻ്റെ ഇടയിൽ വരുന്നത് I ഈക്വൽ ടു 1 മാത്രമാണ്. ഇപ്പോൾ M3 ആയിരുന്നുവെങ്കിൽ I ഈക്വൽ ടു 1ഉം ചെയ്യണം, I ഈക്വൽ ടു 2ഉം ചെയ്യണം. സെയിം ഇക്വേഷൻ തന്നെ, ഐയുടെ വാല്യൂ മാറ്റി കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഞാൻ I ഈക്വൽ ടു 1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാര്യം എനിക്ക് M1 മാത്രം മതി, എം നോട്ട് M1 M2 മാത്രം മതി. അതുകൊണ്ട് എനിക്ക് I ഈക്വൽ ടു 1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ I മൈനസ് 1 എന്ന് പറയുമ്പോൾ എം നോട്ട്, 4MI എന്ന് പറയുമ്പോൾ M1, 4MI പ്ലസ് 1 എന്ന് പറയുമ്പോൾ M2. അപ്പോൾ എം നോട്ടും M1ഉം ഉണ്ട്, വാല്യൂ എൻ്റെ കയ്യിലുണ്ട്, അതിട്ട് കൊടുക്കുക. M1ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതുപോലെ ഇവിടെ 6/h² ഇൻറ്റു FI പ്ലസ് 1 F2, FI F1, FI മൈനസ് 1 F0, അതാണ് ഈ വാല്യൂ. ഇത് എഫ് നോട്ട്, ഇത് F1, ഇത് F2. വാല്യൂ ഇട്ട് കൊടുക്കാമല്ലോ. ഇത് 2 0 ആണ്, അത് 2 പോയാൽ പിന്നെ അവിടെ 4M1 വരൂ. ബാക്കി വാല്യൂസ് ടേബിളിൽ നോക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ 4M1 = 36 എന്ന് കിട്ടും. M1 = എന്താണെന്ന് കിട്ടും, 9 എന്ന് കിട്ടും.
ഇതാണ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യലാണ്. സ്റ്റെപ്പ് 2 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര എമ്മുകളാണോ ആ എമ്മുകളെല്ലാം കണ്ടുപിടിക്കുക. M1 മാത്രമേ ഇവിടെ കണ്ടുപിടിക്കാൻ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റെപ്പ് 2ൽ M1 മാത്രം കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യനിൽ M2 ഉണ്ടെങ്കിൽ M2 ഇതേ പ്രൊസീജിയർ. M2 ആകുമ്പോൾ എങ്ങനെയാണ്? I ഈക്വൽ ടു ഞാൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ M2 - 1 ദാറ്റ് ഈസ് M1 പ്ലസ് M2 4M2 പ്ലസ് M2 + 1 ദാറ്റ് ഈസ് M3. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ M0ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ നമ്മൾ M0 = 0 ആൻഡ് M3 = 0 എന്നായിരിക്കുമല്ലോ എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ M3ക്കും M1നും കൊടുത്തു കഴിഞ്ഞാൽ 4M2 കണ്ടുപിടിച്ചൂടെ? M3 വരുന്ന കേസിലാണ്. കാര്യം ഈ M1 നമ്മൾ 0 കൊടുക്കണ്ട. M1 നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും M2 പോകുന്നത്. മനസ്സിലായോ? അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അത് നോക്കിയേ. അങ്ങനെ നമ്മൾ M1 വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഞാൻ പറഞ്ഞ കണക്ക് സ്റ്റെപ്പ് 3 പോവുകയാണ്. സ്റ്റെപ്പ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ F കണ്ടുപിടിക്കാൻ പോവുകയാണ്. എഫും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്ര ഐകളുണ്ടോ അത്രയും തവണ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാവോ? ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 0 മുതൽ M = 2 വരെയല്ലേ നമ്മൾ ചെയ്തത്. നേരത്തെ നമ്മൾ M കണ്ടുപിടിക്കാൻ 1 മാത്രമാണ് കണ്ടുപിടിച്ചത്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ I = 1 കണ്ടുപിടിക്കണം, 2 കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് n എവിടം വരെയാണോ അത്രയും കണ്ടുപിടിക്കണം. I = 1 കണ്ടുപിടിക്കണം. അപ്പോൾ n = 3 ആയിരുന്നു എങ്കിൽ I = 1 കണ്ടുപിടിക്കണം, I = 2 കണ്ടുപിടിക്കണം, I = 3 കണ്ടുപിടിക്കണം. ഞാൻ ഏതിൻ്റെ കാര്യം പറയുന്നത്? എഫിൻ്റെ കാര്യമാണേ. ഇത് നമ്മളെ ക്വസ്റ്റ്യനിൽ 2 രീതിയിൽ ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത്രയും കണ്ടുപിടിക്കാം. അല്ല, നമുക്ക് തന്നേക്കുന്ന വാല്യൂ നോക്കുക. വാല്യൂ 0.05 ആണ്. 0.05 എന്ന് 0 മുതൽ 1 വരെ ഉള്ളതിൻ്റെ ഇടയിൽ കിടക്കുന്നതല്ലേ, എങ്കിൽ I = 1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അല്ല, നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ 1 ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾ I = 2 ചെയ്യേണ്ടി വന്നേനെ. ഇനി ഇവിടെ 3 അല്ലെങ്കിൽ 5 ഉണ്ടായിരുന്നു എന്ന് വെച്ചോ. അല്ല, 5 വരത്തില്ലല്ലോ, ഈക്വൽ ഇൻ്റർവൽ അല്ലേ. 3 ഉണ്ട്, x = 3 ഉണ്ടായിരുന്നെങ്കിലോ 2 ആയിരുന്നെങ്കിൽ നിങ്ങൾ I = എന്ത് ചെയ്യണമായിരുന്നു? 3 ചെയ്യണമായിരുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി എനിക്ക് കണ്ടുപിടിക്കാൻ വെച്ചിട്ട് 0.5 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂവിൽ I = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിൽ x വാല്യൂ ഏതാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. 1/6h into x minus x in the whole cube into m into I minus 1. m into അല്ല mi minus 1 plus x minus xi minus 1 the whole cube into mi. ഈ വന്ന ഇതേ സാധനമാണ് ഈ വന്നേക്കുന്നത്. മനസ്സിലായോ? ഇവിടെ വന്നേക്കുന്ന mi തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ fi, അതിൻ്റെ കൂടെ 6ൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് h²/6 ആണ്. അതുപോലെ ഇത് തന്നെയാണ് ഈ വന്നേക്കുന്നത്. ഇവിടെ വന്നേക്കുന്ന mi തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അത് തന്നെ fi ആണ് ഇവിടെയും വന്നേക്കുന്നത്. സെയിം സാധനം h²/6. ഇവിടെ ഉണ്ട് 1/h ഉണ്ട്, ഇവിടെ 1/6h ഉണ്ട്. ഇങ്ങനെയാണ് ഇക്വേഷൻ കാണാതെ പഠിക്കാനായിട്ട്. പിന്നെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 0.05 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ x = 0.05 കണ്ടുപിടിക്കുമ്പോൾ അത് ലൈസ് ബിറ്റ്വീൻ എന്താണ്? 0.5 ലൈസ് ബിറ്റ്വീൻ 0 and 1 ആണ്. അതുകൊണ്ടാണ് ഞാൻ I ക്ക് 1 കൊടുക്കുന്നത്. I ക്ക് 1 കൊടുക്കുമ്പോഴത്തേക്ക് x1 - x the whole cube into m0 നമുക്കറിയാം, x0 അറിയാം, m1 അറിയാം, x1 അറിയാം, f0 അറിയാം, m0 അറിയാം, x0 അറിയാം, f1 അറിയാം, m1 അറിയാം. ചുരുക്കി പറഞ്ഞാൽ x ഒഴിച്ച് ബാക്കി എല്ലാം അറിയാം. x ആരാണ്? 0.05. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ എല്ലാം ആയില്ലേ. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അത് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇക്വേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് സെറ്റ് ചെയ്യുക? ആ ഇക്വേഷനിൽ എക്സിന് 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. ഇക്വേഷൻ ഇത് നോക്കിയാൽ അടുത്ത ഹോംവർക്ക് ക്വസ്റ്റ്യനാണ്. ഇതിൽ ഈ പറയുന്ന കണക്ക് m0 എന്ന് പറയുന്നത് 0യും m3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് mn എന്ന് പറയുന്നത് m3യും ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരൊക്കെ? mn എന്ന് പറയുന്നത് 3 അല്ല, n എന്ന് പറയുന്നത് 3 ആണ്. n എന്ന് പറയുന്നത് 3 ആവുമ്പം m0 = mn ദാറ്റ് ഈസ് m3 = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ m1ഉം m2ഉം കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദാറ്റ് ഈസ് എഫ് കണ്ടുപിടിക്കാനായിട്ട് ഐക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. കാര്യം 1 പോയിൻ്റ് ചോദിച്ചിരിക്കുന്ന
IQ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നത്. IQ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഇടയിലെ വാല്യൂ കിട്ടുന്നത് കേട്ടോ. ദെൻ ലീനിയർ റിഗ്രഷൻ എളുപ്പമാണ്, ഒന്നുമില്ലടാ. നമുക്ക് കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്, അതിൻ്റെ റിഗ്രഷൻ മോഡൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ലീനിയർ റിഗ്രഷനാണ്. y ഈസ് ഈക്വൽ ടു mx പ്ലസ് ബി അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു ax പ്ലസ് ബി, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ mx പ്ലസ് ബി വെച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സുകളും വൈകളും തന്നിട്ടുണ്ടായിരിക്കും. അതുപയോഗിച്ച് നമ്മൾ എക്സ് ബാർ ആൻഡ് വൈ ബാർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എക്സ് ബാർ ആൻഡ് വൈ ബാർ കണ്ടുപിടിക്കാം. തന്നേക്കുന്ന എക്സുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ബാർ കിട്ടും. വൈകളെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ ബാർ കിട്ടും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമ്മും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ ടേബിളായിട്ടങ്ങ് വരച്ചാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നോക്കി, എക്സുകളെല്ലാം കൂടെ നിരത്തി എഴുതുക, വൈകളെല്ലാം കൂടെ നിരത്തി എഴുതുക. ദെൻ ചെയ്യേണ്ട കാര്യം എക്സ് മൈനസ് എക്സ് ബാറുകളും കണ്ടുപിടിക്കുക, വൈ മൈനസ് വൈ ബാറുകളും കണ്ടുപിടിക്കുക. ദെൻ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാറിനൊരു കോളം ക്രിയേറ്റ് ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറുകളും കണ്ടുപിടിക്കുക. അതായത് ഇതിൻ്റെ കറസ്പോണ്ടിങ് സ്ക്വയറുകളും കണ്ടുപിടിച്ച് അതെല്ലാം കൂടെ കൂട്ടി വയ്ക്കുക. ഈ രണ്ട് കാര്യം മതി നമുക്ക് ചെയ്യാൻ. ഇതാണ് എമ്മിൻ്റെ ഇക്വേഷൻ വരുന്നത്. എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ സബ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇതും സബ്മേഷനാണേ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടിയത് 19 ബൈ ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടിയത് 20. ഇതാണ് എം എന്ന് പറയുന്ന ആൾ. ഇനി ബി എന്ന് പറയുന്ന ആൾ കണ്ടുപിടിക്കുന്നതും എളുപ്പമാണ്. വൈ ബാർ മൈനസ് എം ഇൻറ്റു എക്സ് ബാർ. വൈ ബാർ നമ്മൾ കണ്ടുപിടിച്ചു, എം നമ്മൾ കണ്ടുപിടിച്ചു, എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചു, ബി കിട്ടി. ഇത്രയേ ഉള്ളൂ. വൈ ഈസിക്കൽ ടു എം എക്സ് പ്ലസ് ബി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്നതനുസരിച്ച് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അടുത്ത നമുക്ക് നോക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ ആപ്സൺ ഇക്വേഷനാണ്. ഇത് കാൽക്കുലേറ്ററിൽ നമുക്ക് ഈക്വൽ ടു അടിച്ച് പോകേണ്ട എളുപ്പ വഴിയുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ടൊരു ഷോർട്സ് പോലെ ചെയ്തിടാം. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. എക്സ് എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ ആണ്. ഇതെന്ന് പറയുന്നത് 99ാമത്തെ ടേം എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്സ് 100 കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് എക്സ് 100 കണ്ടുപിടിക്കുന്നത്? എക്സ് 90 ഈക്വൽ ടു എക്സ് 99ാമത്തെ ടേമിൽ നിന്ന് എഫ് ഓഫ് എക്സ് 99ാമത്തെ ടേം ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് 99ാമത്തെ ടേമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മൈനസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, യൂസിങ് ന്യൂട്ടൺ ആപ്സൺ മെത്തേഡ് കമ്പ്യൂട്ട് ദ റിയൽ റൂട്ട് ഓഫ് ഇതിൻ്റെ റിയൽ റൂട്ട് കണ്ടുപിടിക്കാനാണ്. നമുക്ക് കാൽക്കുലേറ്ററിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് ഈക്വൽ ടു അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ആദ്യമേ അറിയാൻ പറ്റും. അത് സൈഡിലോട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ കിട്ടുന്ന എക്സ് വാല്യൂ ലാസ്റ്റ് കിട്ടിയത് അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 5 ഡെസിമൽ പ്ലേസിലാണ് റൗണ്ട് ചെയ്യേണ്ടത്. അതും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എഫ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എഫ് എഴുതി വെക്കുക. ഇനി ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് തന്നേക്കുന്നെങ്കിലോ, എക്സ് ക്യൂബ് മൈനസ് 2x ഇസ് ഈക്വൽ ടു 7 എന്നാണ് തന്നേക്കുന്നതെങ്കിലോ ഈ 7 കൂടെ ഇപ്പുറത്ത് കൊണ്ടുവരണം. എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 7 ഈക്വൽ ടു 0. ആ ഈക്വൽ ടു 0യുടെ ഈ വശത്തെ LHSനെ അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആക്കി വെച്ചേക്കുന്ന ആരെയാണോ അയാളെ വേണം ഞാൻ എന്തെന്ന് വിളിക്കാൻ, എഫ് എന്ന് വിളിക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ അയാളെ ഞാൻ എഫ് എന്ന് വിളിച്ചു. ദെൻ ഞാൻ എഫ് ഡാഷ് കണ്ടുപിടിച്ചു. ഇനി ഞാൻ ചെയ്യേണ്ട കാര്യം, എഫിൻ്റെ ഏതോ ഒരു വാല്യൂ ഞാൻ എഫ് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് 0 റിസീവ് ചെയ്താൽ ആ ഇട്ട് കൊടുക്കുന്ന വാല്യൂവിനെയാണ് ഞാൻ റൂട്ട് എന്ന് വിളിക്കുന്നത്. അതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, എഫിന് റാൻഡമായിട്ട് കുറേ വാല്യൂസ് ഇട്ട് കൊടുക്കും. 0, 1, 2, 3 അങ്ങനെ കുറേ വാല്യൂസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഏതൊക്കെയോ വാല്യൂ നെഗറ്റീവും പോസിറ്റീവും, അതായത് നെഗറ്റീവ് വന്നിട്ട് പെട്ടെന്ന് പോസിറ്റീവിലോട്ട് കയറും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള ഒരു 2 പോയിൻ്റ് സംതിങ് ഇട്ട് കൊടുക്കുമ്പോഴാണ് എനിക്ക് എഫിന് 0 കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ആ വാല്യൂ അവിടെ നിർത്തും. അപ്പോൾ ഞാൻ എഫിന് എന്താ ഇട്ട് കൊടുത്തത്? റാൻഡമായിട്ട് കുറേ വാല്യൂസ് ഇട്ട് കൊടുത്തു. നെഗറ്റീവും പോസിറ്റീവും ഓൾട്ടർനേറ്റ് സൈൻസ് വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും നമുക്ക് 2.5 ചെയ്ത് നോക്കാം. 2.5 ആണ്. 5 ചെയ്യുമ്പോൾ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ 2.5 മുതൽ 3 വരെ എടുക്കാം. 2.5 ചെയ്യുമ്പോൾ പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ 2 മുതൽ 2.5 വരെ എടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെച്ചാൽ നിർത്തിയിട്ട് ഞാൻ ഇനി എഫ് ഓഫ് 2ൻ്റെയും എഫ് ഓഫ് 3യുടെയും മോഡുലസ് വാല്യൂ എടുക്കും. മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ മോഡുലസ് കിട്ടുന്ന ആർക്കാണോ നോക്കും. ഇവിടെ എഫ് ഓഫ് 2ൻ്റെ മോഡുലസ് എടുത്തപ്പോൾ 1 കിട്ടി, എഫ് ഓഫ് 3യുടെ എടുത്തപ്പോൾ 16 കിട്ടി. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതിനാണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയത് 1 ആണ്. മിക്കുള്ളവരും തെറ്റിക്കുന്ന ഒരു സ്റ്റെപ്പ്, എക്സ് നോട്ടിനെ അവർ കയറി 1 എന്നങ്ങ് വിളിക്കും. അങ്ങനെയല്ല,
1 കിട്ടിയത് എപ്പോഴാണ്? എഫിന് 2 ഇട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് 1 കിട്ടിയത് അല്ലേ? എങ്കിൽ ആ 2നെ വേണം x0 എന്ന് വിളിക്കാൻ. കണ്ടോ, ആ 2നെ വേണം ഞാൻ എന്തെന്ന് വിളിക്കാൻ? x0 എന്ന് വിളിക്കാൻ. അപ്പോൾ x0 കിട്ടിയാൽ എനിക്ക് x1 കണ്ടുപിടിക്കാൻ അറിയുമല്ലോ. അപ്പോൾ x1 is equal to x0 മൈനസ് എഫ് ഓഫ് x0 ബൈ എഫ് ഡാഷ് ഓഫ് x0. എങ്ങനെ കണ്ടുപിടിക്കും? എഫ് ഓഫ് എക്സ് ആരാണ്? ഇത്. അതിൽ x0ൻ്റെ വാല്യൂ ആരാണ്? 2 ഇട്ട് കൊടുക്കുക. എക്സിന് 2 ഇട്ട് കൊടുക്കുക. ഇതാണ് എഫ് ഡാഷ്. എഫ് ഡാഷിൽ എക്സ് നോട്ട് വരുമ്പം എക്സിൻ്റെ സ്ഥാനത്ത് x0 ആവും. ദാറ്റ് ഈസ് എക്സിൻ്റെ സ്ഥാനത്ത് ആര് വരും? 2 വരും. അതിട്ട് കൊടുത്ത് x0ൻ്റെ ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആര് കിട്ടും? x1 കിട്ടും. x1 കിട്ടിയ x2 കണ്ടുപിടിച്ചൂടെ? x1ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്ത് x2 കണ്ടുപിടിക്കുക, x3 കണ്ടുപിടിക്കുക. ഈ പ്രോസസ്സ് എപ്പം നിൽക്കും? നമുക്കിങ്ങനെ ചെയ്തു പോകുമ്പം ഒരേ വാല്യൂ റിസീവ് ആവുന്നത് എപ്പോഴാണോ അപ്പോഴും നിൽക്കും. എത്ര ഡെസിമലാണ് നോക്കാൻ പറഞ്ഞേക്കുന്നത്? 5 ഡെസിമൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 ഡെസിമൽ റൗണ്ട് ചെയ്ത് വേണം നമ്മൾ ആദ്യം തൊട്ടേ ചെയ്തു പോകാം. ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 1 ഡെസിമലേ ഉള്ളൂ, അതുകൊണ്ട് നിർത്തിയാൽ മതി. 5 കൂടുതൽ ഡെസിമൽ വരുമ്പോൾ നമ്മൾ 5 ഡെസിമൽ റൗണ്ട് ചെയ്യുക. എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത്? 5 ഡെസിമലാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ 6ാമത്തെ ആളെ നോക്കുക. 5 കൂടുതലാണെങ്കിൽ 5ാമത്തെ ആളെ 1 കൂട്ടി എഴുതുക. 5 കുറവാണെങ്കിൽ അത്രയും വരെ സ്റ്റോപ്പ് ചെയ്യുക. ഒരേ വാല്യൂ റിസീവ് ചെയ്യുന്നതാണ്ട് x3ക്കും x4നും ഒരേ വാല്യൂ റിസീവ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. ഇത് എവിടെയാണോ ഒരുപോലെ കിട്ടുന്നത് അതുപോലെ ചെയ്തു പോവുക. പിന്നെ ക്വസ്റ്റ്യനിൽ ഇത്ര ഡെസിമൽ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ചെറിയ മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു 2 or 3 ഡെസിമലൊക്കെ വെച്ച് റൗണ്ട് ചെയ്യുക. വലിയ മാർക്കിനൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 5 ഡെസിമലെങ്കിലും റൗണ്ട് ചെയ്യുക. അതായത് 2 ക്വസ്റ്റ്യനുണ്ട്. ഇത് നമ്മളിപ്പോൾ ചെയ്തതുപോലത്തെ ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് √5. നമ്മളതെങ്ങനെ ചെയ്യും? നമ്മൾ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. x = √5 എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് √5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5⁻1/2 ആണ്. 2 സ്ഥലത്ത് സ്ക്വയർ എടുക്കുക. ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവുക. =0 ആയി. അതിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇപ്പോൾ എക്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 27⁻1/3 ആയിരുന്നെങ്കിലോ x = 27⁻1/3. 2 സ്ഥലത്ത് ക്യൂബ് എടുക്കുക. അപ്പോൾ x³ = 27 എന്ന് കിട്ടും. അപ്പോൾ x³ -27 = 0 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അതിനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇതിലും നമുക്ക് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസിയേഷനും ഉണ്ട്, ന്യൂട്ടൺ ബാക്ക്വേർഡ് ഡിഫറൻസിയേഷനും ഉണ്ട്. എത്രാമത്തെ പവറാണ് നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് എഫ് ഡാഷാണ് വേണ്ടതെങ്കിൽ ഡെൽറ്റ വൈനോട്ട് നിന്ന് തുടങ്ങും. എഫ് ഡബിൾ ഡാഷാണ് വേണ്ടതെങ്കിൽ ഡെൽറ്റ² വൈനോട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എഫ് ട്രിപ്പിൾ ഡാഷ് ആണെങ്കിൽ ഡെൽറ്റ³ വൈനോട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഇക്വേഷൻ വരുന്നത്. പ്ലസും മൈനസും ഓൾട്ടർനേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. കോഎഫിഷ്യൻറ്റിൽ വ്യത്യാസമുണ്ട്. ഇതേ ഇക്വേഷൻ തന്നെ ഈ ഡെല്ലിൻ്റെ സ്ഥാനത്ത് ഡെൽറ്റയുടെ സ്ഥാനത്ത് ഡെല്ല് വരുമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ തിരിച്ചിട്ടെന്ന് പറഞ്ഞ് വലിയ മിസ്റ്റേക്കായി പോകത്തൊന്നുമില്ല. നമ്മൾ വാല്യൂസ് എടുക്കുന്ന സെയിം തന്നെയാണ്. നൊട്ടേഷനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും മാറുന്നില്ല. ആകെപ്പാട് മാറ്റം വരുന്നത് ഇതാണ്. y0 എന്ന് പറയുന്നത് yn ആവും. അതുപോലെ തന്നെ ഇതിനകത്ത് പ്ലസും മൈനസും ഓൾട്ടർനേറ്റ് വരുന്നെങ്കിൽ ഇതിനകത്ത് പോസിറ്റീവ് മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. ഫോർവേഡും ബാക്ക്വേർഡും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം എന്താ? ഇതേപോലെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യണം. എക്സ് വാല്യൂസ് എഫ് ഓഫ് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ഇതേപോലെ നമ്മൾ നേരത്തെ ഫോർവേഡിലും ബാക്ക്വേർഡിലും ചെയ്തതുപോലെ ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടും, ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടും, അതുപോലെ ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അങ്ങനെ കോളം സെറ്റ് ചെയ്ത് വരിക. ലാസ്റ്റ് ഒരെണ്ണം ആവുന്നവരെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് ലാസ്റ്റ് 2 വാല്യൂ 0 കിട്ടിയെങ്കിൽ അവിടെ നിർത്താം. മനസ്സിലായോ? ഇത് നമുക്ക് നമ്മളെ കയ്യിൽ വാല്യൂസ് എഫ് ഡാഷ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്. എഫും എഫ് ഡബിൾ ഡാഷും വേണം, എഫ് ഡാഷും വേണം, എഫ് ഡബിൾ ഡാഷും വേണം. നമ്മുടെ ഇക്വേഷനകത്ത് നോക്കുക എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന്. നമുക്ക് ഫോർവേഡാണോ ബാക്ക്വേർഡാണോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നേരത്തേതുപോലെ 1.5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ടേബിൾ ബിലോ അറ്റ് 1.5 ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫോർവേഡ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹാഫിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോർവേഡ്. സെക്കൻഡ് ഹാഫിലാവുമ്പം ബാക്ക്വേർഡ്. അപ്പോൾ നമ്മളിവിടെ ഫോർവേഡാണ് ചെയ്യേണ്ടത്. ഫോർവേഡ് എങ്ങനെ ചെയ്യും? ഇത് ഇക്വേഷൻ നോക്കി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എച്ച് അറിയാം, എക്സ് തമ്മിലുള്ള ഡിഫറൻസ്. y0 അറിയാം, ഇതാണ് y0 ഡെൽറ്റ y0 ഇതാണ് ഡെൽറ്റ y0. ഡെൽറ്റ² y0 എന്ന് പറയുമ്പോൾ ഇതാണ്. ഡെൽറ്റ³ y0 എന്ന് പറയുമ്പോൾ ഇതാണ്. പിന്നെ ഇത് വേണ്ടല്ലോ, 0 ആണ്. പിന്നെ ബാക്കി ഡിവൈഡഡ് ബൈ 2ഉം 3ഉം കറക്റ്റ് ഏതാണ് നമുക്ക് വരുന്ന കോഎഫിഷ്യൻറ്റ് കറക്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി, വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഡെൽറ്റ² ആകുമ്പോൾ അതായത് ഡെൽറ്റ³ ആകുമ്പോൾ ഇത് ഡെൽറ്റ⁻⁴ വേണ്ട. മനസ്സിലായോ? വാല്യൂ കറക്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നോക്കിയേ,
അതുപോലെ ഒരു ഹോംവർക്ക് കൂടെ നോട്ട് ചെയ്തേ. ഇനി അടുത്തത് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ. 2 മെത്തേഡാണ് വരുന്നത്, ട്രപ്പീസോയിഡൽ ആൻഡ് സിംപ്സൺ. ട്രപ്പീസോയിഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ തന്നില്ലേ, ഇതിപ്പോൾ ഇൻ്റർവെൽസ് ആക്കി നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിച്ചോ, തന്നേക്കുന്ന എക്സ് വാല്യൂസ്. ഇത് മുതൽ ഇതുവരെ ഒരു ഇൻ്റർവെൽ, ഇത് മുതൽ ഇതുവരെ രണ്ടാമത്തെ ഇൻ്റർവെൽ, ഇത് മുതൽ ഇതുവരെ മൂന്നാമത്തെ ഇൻ്റർവെൽ, ഇത് മുതൽ ഇതുവരെ നാലാമത്തെ ഇൻ്റർവെൽ. 4 ഇൻ്റർവെല്ലാണുള്ളത്. പക്ഷേ നമുക്ക് വാല്യൂസ് നോക്കിയേ, 1 2 3 4 5 വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ n-1 5 - 1 4 അങ്ങനെ എടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ എണ്ണി നോക്കി എടുത്താലും മതി. ആ n ആണ് നമ്പർ ഓഫ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ആ ഇൻ്റർവെൽ ഈവൻ വരുമ്പോൾ മാത്രമേ നമുക്ക് സിംപ്സൺ യൂസ് ചെയ്യാൻ പറ്റൂ. ട്രപ്പീസോയിഡലാണെങ്കിൽ n ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതാ, ഇതിപ്പോൾ എക്സ് വാല്യൂസ് ആണ്, ഇത് വൈ വാല്യൂസ്. ഇത് A B C D E F G H I J ഇത്രയേ ഉള്ളടാ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ. ഇൻ്റർവെൽ എത്രയാണെന്ന് നോക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. ട്രപ്പീസോയിഡലാണെങ്കിൽ ഏത് വേണമെങ്കിലും പറ്റും. ട്രപ്പീസോയിഡലിൻ്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ വൈ വാല്യൂവും അവസാനത്തെ വൈ വാല്യൂ കൂടെ കൂട്ടുക. ഇവിടെ ഞാൻ F എന്നാണ് തന്നേക്കുന്നത്, വൈ ആണെങ്കിൽ വൈ. ബാക്കി അത് രണ്ടും കൂടെ സെപ്പറേറ്റ് കൂട്ടുക. ബാക്കിയുള്ള എല്ലാ വാല്യൂ കൂടെ കൂട്ടുക. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ആ കൂട്ടി കിട്ടിയ ആൻസറിനെ ട്രൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പം നമുക്ക് 2 കാര്യം കിട്ടിയില്ലേ, ഇതും കിട്ടി ഇതും കിട്ടി. ആ കിട്ടിയ ആൻസറിനെ മൊത്തത്തിൽ കൂട്ടുക. കൂട്ടിയിട്ട് h/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ട്രപ്പീസോയിഡലിൻ്റെ ആൻസർ. അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് മുതൽ വേറൊരു പോയിന്റ് വരെ ആയിരിക്കും നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. 0 മുതൽ 3 വരെ ആയിരിക്കും ചോദിച്ചേക്കുന്നത്. അങ്ങനെ 0 മുതൽ 3 വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ n നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചൂസ് ചെയ്യുക. ദെൻ b മൈനസ് a, ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ h കിട്ടും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ h തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സിംപ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യത്തെയും അവസാനത്തെയും കൂട്ടുക. അതിൽ വ്യത്യാസമൊന്നുമില്ല, ആദ്യത്തെയും അവസാനത്തെയും കൂട്ടി. ദെൻ ഓഡ് പ്ലേസുകളും ഈവൻ പ്ലേസുകളും സെപ്പറേറ്റ് കൂട്ടുക. ഇത് x0, ഇത് x1, x2, x3 ആണ്. അതുപോലെ ഇത് y0, y1, y2, y3 ആണ്. അതിൽ ആ y0ഉം yn ഞാൻ എടുത്തു. പിന്നെ ഉള്ളത് y1, y2, y3 അങ്ങനെയുള്ള y1, y2, y3 ആണ്. അതിൽ y1, y3 എടുക്കുക. അങ്ങനെയുള്ള ഓഡ് പ്ലേസുകൾ കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഈവൻ പ്ലേസുകൾ കൂട്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടിയ 3 സെറ്റ് ആൻസറോടെ കൂട്ടിയിട്ട് h/3 ചെയ്യുമ്പോഴത്തേക്ക് സിംപ്സണിൻ്റെ ആയി. മനസ്സിലായോ? ഇനി നമ്മളെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല, ഈ ടേബിളോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. പകരം എന്ത് തന്നിട്ടുണ്ട്? f(x) ആരാണെന്ന് തന്നിട്ടുണ്ട്. എവിടം തൊട്ട് എവിടം വരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ h തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്തിട്ട് നമ്മളൊരു n സെറ്റ് ചെയ്യണം. n തന്നിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മളൊരു n സെറ്റ് ചെയ്തിട്ട് ആ n ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ h തന്നിട്ടുള്ള സ്ഥിതിക്ക് h0ൻ്റെ കൂടെ എന്ത്, എക്സിൻ്റെ കൂടെ x0 ഇതാണ്, xn ഇതാണ്. അപ്പോൾ x0ൻ്റെ കൂടെ h ആഡ് ചെയ്ത് x1, അതിൻ്റെ കൂടെ വീണ്ടും x ആഡ് ചെയ്ത് h2, h3, h4 അങ്ങനെ ലാസ്റ്റ് xn കിട്ടുന്ന എവിടെയാണോ 1 വരെ നമ്മൾ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? f(x) തന്നിട്ടുണ്ടല്ലോ, ഈ x വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറസ്പോണ്ടിങ് f(x) വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ 1/1 + 0² 1. എക്സിന് 2.2 കൊടുക്കുമ്പോൾ 1/1 + 0.2². അങ്ങനെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക. ദെൻ നമുക്കറിയാമല്ലോ, ട്രപ്പീസോയിഡലാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ കൂട്ടണം. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടി കിട്ടിയ ആൻസറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2 സമ്മുകളും കൂടെ കൂട്ടണം. അതിനുശേഷം ആ കിട്ടിയ ആൻസറിനെ h/2 ചെയ്യണം. അപ്പോൾ ആരായി? ട്രപ്പീസോയിഡലായി. സിംപ്സൺ ആണെന്നുണ്ടെങ്കിലോ ആദ്യത്തെ അവസാനത്തെയും തമ്മിൽ കൂട്ടണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഓഡ് പ്ലേസ് ഏതൊക്കെയാണ്? ഇത് 1ഉം 3ഉം. ആ 1ഉം 3ഉം കൂടെ കൂട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 2 ആണുള്ളത് സെക്കൻഡ് പൊസിഷൻ. ആ സെക്കൻഡ് പൊസിഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് പൊസിഷൻ ആയതുകൊണ്ടല്ല 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈവൻ പൊസിഷൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 2 സമ്മും, അതായത് ഈ 3 സമ്മുകൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ 3 ടേമുകളും കൂടെ കൂട്ടുക. ദെൻ h/3 ചെയ്യുക. നമ്മളെ ക്വസ്റ്റ്യനിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടോ? ഒബ്റ്റെയിൻ ബൈ ദ ആക്ച്വൽ ഇൻറ്റഗ്രേഷൻ ആൻഡ് കമ്പയർ ദ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വൽ ഇൻറ്റഗ്രേഷൻ ചെയ്യണം. 1/1 + x² ഇൻറ്റഗ്രേഷൻ എന്തുവാണ്? ടാൻ ഇൻവേഴ്സിൻ്റെ ഇൻറ്റഗ്രേഷൻ ആണല്ലേ. അപ്പോൾ അത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ കൂടെ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് സിംപ്സണുമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അല്ലേ. അതുകൊണ്ട് സിംപ്സൺ ആണ് മോർ ആക്യുറേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കുക. ദെൻ ഒരു ഹോംവർക്ക് നോട്ട് ചെയ്തേ. ഇത് ടേബിൾ തന്നും ചോദിക്കാം, തരാതെയും ചോദിക്കാം.
അപ്പോൾ ഏകദേശം ഇത്രയും ടോപ്പിക്കാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് കേട്ടോ. ഞാൻ ഏതെങ്കിലും പെർട്ടിക്കുലർ പോർഷൻ സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ പോലെ ചെയ്തിടാം. ഞാനിപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ടൈം കുറച്ചേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം സ്പീഡിലാണ് പറഞ്ഞു പോയേക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടണം, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ട് തരാവേ. ഓക്കെ, താങ്ക് യു.